ഹായ് ഹലോ നമസ്കാരം. ഇന്നലെ സാറ്റർഡേ ഇന്നലത്തെ കാര്യങ്ങളാട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ എണീറ്റ് വന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് അല്പനേരം ദൈവത്തോട് പ്രാർത്ഥിച്ച് ബൈബിളും ഒക്കെ വായിച്ച് നമ്മുടെ ഒരു ദിവസം തുടങ്ങുവാണേ വളരെ ബ്ലെസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളും എണീറ്റ് വരുമ്പോഴേ അവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അവരുടെ ഒരു ദിവസം തുടങ്ങാറുള്ളൂ. അപ്പോൾ ഇന്ന് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് കരുതി തക്കാളിയും ഒരു സബോളയും 2 വെളുത്തുള്ളിയും പരിപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. 2 വിസിൽ വന്നു കഴിഞ്ഞപ്പം അത് ഞാൻ ഓഫാക്കി മാറ്റി വെച്ചു. അതിനുശേഷം പാൻ വെച്ച് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിക്കും. ഞാൻ കൂടെ ഉണ്ടല്ലോ ജീരകവും കൂടെ പൊട്ടിക്കും. ജീരകം പൊട്ടിക്കുമ്പോൾ ധാബയിലൊക്കെ കിട്ടുന്ന പരിപ്പ് കറിയില്ല, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ എനിക്ക് തോന്നാറുണ്ട്, നല്ലൊരു ടേസ്റ്റ് തോന്നാറുണ്ട് ജീരകവും കൂടെ പൊട്ടിക്കുമ്പോൾ. പിന്നെ സാധാരണ പോലെ തന്നെ കുഞ്ഞുള്ളി 2 വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. അത് വഴറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ തന്നെ. അത് നന്നായിട്ട് വഴറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ പിരിയമുളക് സാദാ മുളകും കൂടെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് 1/4 ടീസ്പൂൺ ഇട്ടു. അതും നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ അതിലേക്കിട്ട് ഒരു കുഞ്ഞു തിള വരുവോളം നോക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പും ഇട്ടു കേട്ടോ, 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. അതിനുശേഷം മല്ലിയിലയും ഇട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഈ കൂടെ ആഡ് ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് രാവിലെ എന്നും ഇത്തിരി കടല പയർ പരിപ്പൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അവർക്ക് പ്രോട്ടീനൊക്കെ കിട്ടിക്കോട്ടെ കരുതി നോക്കാറുണ്ട്. ജുവൽ എന്നോട് ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നേ രാവിലെ ദോശ മതിയെന്ന്. അപ്പോൾ ദോശയും പരിപ്പ് കറിയും ഒരു കട്ടച്ചമ്മന്തിയൊക്കെ ആയിരുന്നു രാവിലെ കഴിക്കാൻ. അതിനുശേഷം പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യമായി. പിന്നെ അരിയിട്ട് ചോറ് അവിടെ കിടന്ന് വെന്തോളൂ. ആ സമയത്ത് ഒരു കൂന്തൽ നിറച്ചതും ഉണ്ടാക്കി. മീൻ വറക്കാൻ അരപ്പും തിരുമ്മി വെച്ചു. പിന്നെ മോരുകറി ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അതൊക്കെ ആയാൽ മതി. ഇന്ന് പള്ളിയിൽ പോകണം. വൈകുന്നേരം പിന്നെ കൂന്തൽ നിറച്ചതും കോഫിയൊക്കെ കഴിച്ച് പള്ളിയിൽ പോകാമെന്ന് കരുതി. ഇവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. ഇംഗ്ലീഷ് കുർബാനയായിരിക്കും. മലയാളം കുർബാന സാറ്റർഡേ സൺഡേ ആണ്. രാവിലെ സൺഡേ 10:30. അപ്പം ഞങ്ങൾ സാധാരണ സാറ്റർഡേ ആണ് പോവാറ് കുർബാനയ്ക്ക്. അങ്ങനെ ഞാൻ കൂന്തൽ കഴിക്കുകയാണ്. ഞാനാകെ ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അന്ന് തന്നെ ഞാനിതിങ്ങനെ എനിക്കൊന്ന് ഉണ്ടാക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ പറഞ്ഞ് നല്ല രുചിയുണ്ടെന്ന്. നല്ല കൂന്തൽ നിറച്ചായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നമ്മുടെ സ്വന്തം റെസിപ്പിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നുകയല്ലേ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് നന്നായി വരികയും കൂടെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ പിള്ളേർ എരിവൊക്കെ കഴിച്ചോളും. അവർക്ക് അങ്ങനെ എരിവ് വലിയ വിഷയമായിട്ട് വരാറില്ല. നമ്മൾ എരിവ് കഴിക്കുന്നതുകൊണ്ട് ചെറുപ്പം തൊട്ടേ അവർക്ക് എരിവുള്ള സാധനം തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കഴുകിയിട്ടോ അല്ലെ അവർക്ക് സെപ്പറേറ്റോ ആയിട്ടോ ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് അവർക്ക് അത് കുഴപ്പമില്ല. ഇപ്പോൾ അവർ നല്ലപോലെ എരിവുള്ള ഫുഡാണ് അവർക്ക് ഇഷ്ടം. ഇപ്പോൾ അവരതങ്ങനെ കഴിച്ചോളും. പിന്നെ ഇത്തിരി എരിവൊക്കെ പറയാറുള്ളത് ജസ്ലിനാട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോകാനൊക്കെ റെഡിയായി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.